അച്ഛാ ചാ എന്താ മുസ ഒരു ട്രിപ്പ് പോയാലോ? എന്തിനാ മുസ ഇന്ന് ഒരു ലീവ് ഉള്ളപ്പോ നല്ല ലീവ് ഒരേ യാത്ര പോത് പോണം. എവിടെ പോവാനാ? എവിടെങ്കിലും. കോഴിക്കോട് പോവാം. കോഴിക്കോട് കോഴിക്കോട് എന്താ? കോഴിക്കോട് കുറെ സ്ഥലത്തൊക്കെ പോവാലോ. സെറ്റല്ലേ? സെറ്റ്. അങ്ങനെ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അമ്മ ഒരുങ്ങുക. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ പൊട്ടാസ് മേടിച്ചിട്ട് എറിഞ്ഞു പൊട്ടിച്ച് അമ്മ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അമ്മ ഒറ്റ നട്ടലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മുകളിലേക്ക് പോയിട്ട് അവിടുത്തെ സമീച്ചിനെ പോയിട്ട് നമ്മളൊന്ന് ഞെട്ടിക്കാൻ വിചാരിച്ച് പൊട്ടാസ് എടുത്തിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് ഒറ്റ പൊട്ടിയിരുന്നു. സമീച്ച് നല്ല അതിക്ക് ഞെട്ടിയും പോയി. അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞു നിന്ന് നേരെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തൊപ്പിയൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാൻ വിചാരിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി സെറ്റായി. നമ്മൾ പുറത്തിറങ്ങി നിന്ന് അടിപൊളിയായിട്ട് പോവാന്നൊക്കെ വിചാരിച്ച് നമ്മൾ വീഡിയോ ഒക്കെ കുറച്ചെടുത്ത്. അത് കഴിഞ്ഞ് നമ്മൾ ചുരത്തിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഐസ്ക്രീം കണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് മേടിക്കാൻ പോയല്ലോ. അങ്ങനെ ഐസ്ക്രീം അമ്മയും ഞാനും മണിയും കോണ് മേടിച്ച്. അച്ഛന് പിന്നെ ചോക്കോബാർ ഇഷ്ടമായി. അച്ഛൻ ചോക്കോബാർ മേടിച്ച്. നമ്മളെവിടെ പോകുന്നത്? നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോവാണ് ഗൈസ്. അങ്ങനെ അടിച്ചു പൊളിക്കാൻ ഗൈസ്. നമ്മൾ കുറേ കാലം വിചാരിക്കും ബീച്ചിൽ പോകണമെന്ന്. അത് കോഴിക്കോട് ബീച്ച് തന്നെ പോകണം. നമുക്ക് കുറേ ഇയറായി നമ്മള് പോയിട്ട്. അപ്പം എന്തൊക്കെ ചേഞ്ചസ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പം ജസ്റ്റ് നമുക്ക് പോയി പൊളിക്കാം ഗൈസ്. നമ്മൾ ഏകദേശം ഒരു കുറേ വർഷം 5-6 വർഷമായില്ലേ? 5 വർഷം എന്തായാലും ആയി. കാരണം നമ്മള് കൊറേ വർഷമായി പോയിട്ട്. അത്രയും ഇയേഴ്സ് ലോങ് ആയി നമ്മൾ പോയിട്ട്. എന്തായാലും 3 ഇയേഴ്സ് ലോങ് ആയിട്ടുണ്ട് നമ്മൾ പോയിട്ട്. എന്നാലും നമുക്ക് പൊളിക്കാം. എപ്പോഴമ്മ എത്ര കൊല്ലായി ബീച്ചിൽ പോയിട്ട്? കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് 2 years. 2 years ഗൈസ്. അച്ഛൻ എത്ര കാലായി? അച്ഛൻ അച്ഛാ? അച്ഛൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കൂടി പോയിട്ട് വന്നല്ലേ. കഴിഞ്ഞ ആഴ്ച പോയിട്ട് വന്നപ്പോ ഞാൻ നിങ്ങളെ കൂട്ടി പോകാന്ന് ഇത് കൊണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങലില്ല ബീച്ചിലൊന്നും. പിന്നെ നിങ്ങൾ ഉണ്ടാകുമ്പോ ഒരു വേറെ തന്നെ ഒരു വൈബല്ലേ. നിങ്ങള് ബീച്ചില് ഇറങ്ങിയില്ലാന്നാ? ബീച്ചിൽ ഇറങ്ങിയേ? ബീച്ചില് എപ്പോഴാ ഇറങ്ങിയേ? ബീച്ചിൽ ഞാൻ ഇറങ്ങല് കുറവാ. പക്ഷെ നിങ്ങളും കൂടി ഉണ്ടാകുമ്പോ അതിലെ കൂടെ ഒക്കെ നടക്കാനൊരു സുഖല്ലേ. അപ്പൊ ഇതാ നമ്മള് പോയിക്കൊണ്ടിരിക്കാണ്. ഏകദേശം എത്താനായ അച്ഛാ. നമ്മള് ഇനിയിപ്പോ ഒരു 10-30 കിലോമീറ്റർ കൂടി ഓടിയാൽ നമ്മൾ എന്തായാലും ബീച്ചിലെത്തി. ബീച്ചിൽ പോണോ നമുക്ക് ഇനി ഫസ്റ്റ് ലുലു മാളിൽ പോണോ? നമുക്ക് ഏതായാലും ഫസ്റ്റ് മാളിൽ പോകും. കാരണം നമുക്ക് സൺസെറ്റ് കാണാനുള്ള എന്തായാലും സൂര്യൻ അസ്തമിക്കുന്ന കാണാനുള്ളൊരു ആഗ്രഹം കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അതിനെ കൂടുതലായിട്ട് നമുക്ക് പോവാം. അപ്പൊ നമുക്ക് ലുലുവിലും കയറണം എന്നുണ്ട്. അപ്പൊ ലുലുവിലും കയറിയിട്ട് നമുക്ക് നേരെ പോവാം. ഇപ്പൊ തന്നെ ഏകദേശം 2:45 ആവാനായിട്ടുണ്ട്. അപ്പൊ നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 3 മണിക്ക് കഴിയും. ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. എന്തായാലും നമുക്ക് സെറ്റ് ആക്കാം ഗൈസ്. വീഡിയോ ഒക്കെ വരും, വെച്ചോളിക്കാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റായി. പിന്നെ മന്തിയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾക്ക് മന്തിയും മണിക്ക് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ നീയെ നമ്മൾ ലുലുവിലേക്ക് വിട്ടു കേട്ടോ ഗൈസ്. ലുലു പോയി അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് അതിൽ കൂടെ ഒക്കെ നടന്ന് നമ്മൾ അതിൽ കൂടെ ഒക്കെ ഓരോന്നൊക്കെ നോക്കി നടന്ന് അച്ഛൻ അതിൽ കൂടെ പോകുന്നു, അമ്മ അപ്പുറത്ത് കൂടെ പോകുന്നു, ഞാൻ വേറെ ഇതിലെ കൂടെ പോകുന്നു. അങ്ങനെ ഫുള്ള് നടത്തായിരുന്നു അവിടെ നിന്ന്. ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. എന്നുവെച്ചാൽ അവിടെ സാന്റേനെ കണ്ടപ്പോഴത്തേക്ക് മണി പോയിട്ട് മേരി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് ഞങ്ങളും ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ലുലുന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ അമ്മയച്ഛനൊക്കെ വീഡിയോ എടുത്ത്. പിന്നെ ഓട്ട മത്സരമായിരുന്നു. ആദ്യം ഞാനും മണിയും കൂടെ ഓട്ട മത്സരം വെച്ച്, പിന്നെ ഞാനും അമ്മയും മണിയും കൂടെ വെച്ച്. അങ്ങനെ നമ്മൾ നേരെ ബീച്ചിലേക്ക് വിട്ടു. ബീച്ചിൽ പോയി അവിടെ നിന്ന് കുറേ നേരം കളിച്ച്. നമ്മൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി. പക്ഷെ അപ്പോഴത്തേക്ക് സൺസെറ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മണി അതിലും മണലിലൊക്കെ കളിച്ച് ആകെ മണി ഫുള്ള് വെള്ളത്തിലായിരുന്നു. പിന്നെ നമ്മൾ അതിൽ കൂടെ ഒക്കെ നടന്ന് പിന്നെ സൺസെറ്റ് ഒന്നും കാണാൻ പറ്റിയില്ല. സൺസെറ്റൊക്കെ നമ്മൾ പോയപ്പോഴത്തേക്ക് കണ്ട് ചെറുതായിട്ട്. പിന്നെ അതിൽ കൂടെ നടന്ന് പിന്നെ കമ്മലും കാണുമ്പോൾ എനിക്കാണെങ്കിൽ കമ്മൽ ഭയങ്കര വീക്ക്നെസ് ആണ്. അതുകൊണ്ട് അതിൽ കൂടെ ഒക്കെ പോയി. പിന്നെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചത്, ഉപ്പിലിട്ടത്, ഐസ്ക്രീം, അങ്ങനെ എന്തൊക്കെയൊക്കെയോ മേടിച്ചത്. ഞങ്ങൾ അമ്മ പൈനാപ്പിൾ, അച്ഛൻ പൈനാപ്പിൾ, മണി മാങ്ങ, ഞാൻ ക്യാരറ്റൊക്കെയാണ് മേടിച്ചത്. അപ്പോൾ എല്ലാവരും എല്ലാം ടേസ്റ്റ് ചെയ്ത്.
ഒരു വെറൈറ്റിയാണ്. നല്ല തിരക്കായിരുന്നു, ക്രിസ്മസ് ആയിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം അതിലെ കൂടെ ഇങ്ങനെ നടന്ന്, പിന്നെ മറ്റേ പ്ലേയിങ് ഏരിയയിലൊക്കെ അച്ഛൻ അവളോട് ചോദിച്ചു, പക്ഷെ അവൾക്ക് അവിടെ പോകണ്ട, അവൾക്ക് കുതിരേനെ ഹോഴ്സ് റൈഡിങ്ങിന് പോയാൽ മതി പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്കും ഹോഴ്സൊക്കെ പോയി, കുതിരയൊക്കെ പോയി, റൈഡ് ഫുള്ളായി. പിന്നെ അതിൽ പോപ്കോണൊക്കെ മേടിച്ച് അതിലെ കൂടെ വീണ്ടും നടന്ന് പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ മുട്ടായിത്തെരുവ് പോയി, അതിലെ കൂടെ കുറേ നേരം നടന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇറാനി മറ്റേ നമ്മളെ ബൺമസ്കൊക്കെ മേടിച്ച് തിന്നായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ ഷോപ്പിലൊക്കെ പോയി, പിന്നെ അതിൽ ഫുള്ള് കാണാതെ കുപ്പിയായിരുന്നു. നമ്മൾ മേടിച്ചു കേട്ടോ കുപ്പി, അതിൽ കൂടെ ഈ കുപ്പിയായിരുന്നു. അങ്ങനെ അത് മേടിച്ചു. പിന്നെ അതിലെ കൂടെ കുറേ നേരം നടന്ന് ഡ്രസ്സിൻ്റെ അതിൽ കയറി, അതിലെവിടെയായി എന്നൊക്കെ പറഞ്ഞ് കയറി. പിന്നെ നമ്മൾ ഇറാനി മസ്കാ സാധനമൊക്കെ മേടിച്ചു, പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ നേരം നടന്ന് ഗൈസ്. പിന്നെ നമ്മൾ അതിലെ ഡ്രസ്സൊക്കെ നോക്കി നടന്ന്, പിന്നെ വീണ്ടും കുറേ കുപ്പി തന്നെയായിരുന്നു അവിടെ ഫുള്ള് കടയിലുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു, ആ ഫെസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് അതിൽ കൂടെ നാട്ടൊന്ന് മടുത്ത് വെച്ച് നല്ല രീതിക്ക് മടുത്തായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് ഗൈസ്. അവിടെ അടച്ചിട്ട് നമ്മൾ പിന്നെ ആ കുപ്പിയാണ് ഗൈസ്, നമ്മൾ രണ്ടുപേരും കുപ്പി മേടിച്ച് മിനറൽ വാട്ടർ ആരോഗ്യം നല്ലതാണ് നിറച്ച് കുടിക്കാന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ നമ്മൾ കോഴിക്കോട് ഹൽവ മേടിക്കാൻ വേണ്ടി കയറി ഗൈസ്. പിന്നെ ഏകദേശം സാമ്പിളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത്, മുഴുവൻ കഴിക്കാൻ വേണ്ടി പറ്റിയില്ല, എന്നാലും ഏകദേശമൊക്കെ സാമ്പിളൊക്കെ ടെസ്റ്റ് ചെയ്ത്. അത് നമ്മൾ അവിടെ നിന്ന് അടുത്തോണ്ട് തന്നെ സ്പ്രൈറ്റൊക്കെ മേടിച്ച് കുടിച്ചു. പിന്നെ ഇവർ നമ്മൾ തിരിച്ചു വന്നിട്ട് ചുരത്തിൻ്റെ അടുത്തിട്ട് ഇവരെടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഗൈസ് വന്നത്. ഞാൻ ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരുന്നു, ഞങ്ങൾ നല്ല ഉറക്കമായിരുന്നു വെച്ചാൽ വണ്ടി കിടന്ന് നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഇവർ തിരിച്ചു പോയി, നമ്മൾ തിരിച്ചു പോയി എത്താൻ വേണ്ടിയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല. 3 മണി